മുംബൈയിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ പെൺകുട്ടികളെ ഇന്ന് ഉച്ചയോടെ മലപ്പുറം താനൂരിലെത്തിക്കും. കോടതിയിൽ ഹാജരാക്കിയ ശേഷം കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പം വിടും. വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും നൽകും എന്നുകൂടി അറിയുന്നുണ്ട്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. സമീർ, അപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി പെൺകുട്ടികൾ തിരികെ നാട്ടിലേക്ക് എത്തുകയാണ്. താനൂർ പോലീസ് അവരെ ഇന്നലെ അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടിരുന്നു. ട്രെയിനിലാണ് അവർ വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവിടെ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ എന്താണ്? ഈ രക്ഷിതാക്കളുടെ ഇവരെ ഏൽപ്പിക്കണം, പക്ഷെ അതിനു മുമ്പ് കുട്ടികൾ തന്നെ പറഞ്ഞതാണ് വീട്ടിലൊക്കെ വലിയ പ്രശ്നമുണ്ട് എന്ന് കുട്ടികൾ തന്നെ പറയുന്ന ശബ്ദരേഖയും ഒക്കെ നമ്മൾ കേട്ടതാണ് വളരെ നേരത്തെ തന്നെ. അതുകൊണ്ട് അതിലെങ്ങനെയാണ് അധികൃതർ ഇടപെടുക? ഈ ബോധവൽക്കരണവും കൗൺസിലിംഗും ഒക്കെ എപ്പോഴാണ്, ഏത് രീതിയിലാണ്? പ്രജ്ഞൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോട് കൂടെയാണ് കുട്ടികളുമായുള്ള പോലീസ് സംഘം ഈ താനൂരിൽ എത്തുക. ആദ്യം ഈ കുട്ടികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനുശേഷം ബന്ധുക്കൾക്കൊപ്പം വിടും. അതിന് മുൻപായിട്ടായിരിക്കും ഈ കൗൺസിലിംഗ് ഒക്കെ തന്നെ നടത്തുക. കുട്ടികൾക്കും സമാനമായ രീതിയിൽ ഈ മാതാപിതാക്കൾക്കും കൗൺസിലിംഗ് നൽകുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ചില കുട്ടികൾ വീട്ടിൽ ചില പ്രയാസങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇതും കൂടി കണക്കിലെടുത്താണ് ഈ മാതാപിതാക്കൾക്ക് കൂടി കൗൺസിലിംഗ് നൽകാൻ ഈ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഈ കുട്ടികൾക്കൊപ്പം യാത്ര ചെയ്ത യുവാവ് ഇന്ന് തന്നെ ഈ താനൂരിലെത്തും. ഉടൻ തന്നെ താനൂരിലെത്തിക്കഴിഞ്ഞാൽ ഈ പോലീസ് ഈ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് നിലവിൽ തീരുമാനം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലാണ് യുവാവ് സഹായം നൽകിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കും. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. റജിൻ, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകുന്നത്. കുട്ടികൾ തിരികെ എത്തുന്നത് എന്ന് പറയുന്നത് ആശ്വാസമാണ്. മുംബൈയിലേക്ക് പുറപ്പെട്ടു പോയ കുട്ടികളാണ്. അപ്പോൾ അവർ തിരികെ എത്തുന്നു. പോലീസ് അവരെ കൃത്യസമയത്ത് ട്രാക്ക് ചെയ്ത് അതിൽ 24-നും ഒരു കൈ അല്ലേ, അതെ, പങ്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ ഒരു സന്തോഷവും ആശ്വാസവും നമുക്കും ഉണ്ട് അല്ലെ. കുട്ടികൾ തിരികെ എത്തട്ടെ, അവർ വീട്ടിലേക്ക് പോട്ടെ, അവരുടെ രക്ഷിതാക്കളുമായി നന്നായി എന്താ പറയുന്നത്, നല്ല സന്തോഷത്തോടുകൂടെ കൂടുമ്പോൾ ഇമ്പമുള്ളതെന്ന് പറയുന്ന കുടുംബമായി അവർ ജീവിക്കട്ടെ.